ഗൈസ്, പ്രോബബിലിറ്റിയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, വിട്ടുപോകാതെ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, നമുക്ക് ഡയറിയ എന്ന് പറയുന്ന എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇവന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഇവന്റുകളിൽ ഏതാണ് എക്സോസ്റ്റീവ് ഇവന്റുകൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായിരുന്നു എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 ഇവന്റുകൾ എടുക്കുകയാണെങ്കിൽ ആ 2 ഇവന്റും കൂടെ നമ്മൾ യൂണിയൻ എടുക്കുമ്പം ടോട്ടൽ സാമ്പിൾ സ്പേസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താ? ഡയറിയയിലാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. സോ സാമ്പിൾ സ്പേസ് എന്താ? ടോട്ടൽ ഔട്ട്കംസിന് നമ്മൾ സെറ്റാക്കി എഴുതുന്നു. അപ്പോൾ ഡയറിയുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് 1 തൊട്ട് 6 വരെയുള്ളതാണ്. അതിന് നമ്മൾ സെറ്റാക്കി എഴുതിയപ്പം നമുക്ക് സാമ്പിൾ സ്പേസ് ഓഫ് ദ എക്സ്പെരിമെന്റ് കിട്ടി. ഇനി എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ ഇവന്റുകൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് കിട്ടണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതിൻ്റെയൊക്കെ യൂണിയൻ എടുത്താലാണ് മൊത്തത്തിൽ 1 2 3 4 5 6 കിട്ടുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, നിങ്ങൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡി എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഡി എടുത്തു കഴിഞ്ഞാൽ 4 5 6 കിട്ടും. ആ 4 6ഉം വേറെ എവിടെയില്ല. അപ്പോൾ ഡി നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യണം. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ 5 2 3 5 കൊണ്ട് 3 വേറെ എവിടെയും ഇല്ല. അപ്പോൾ നമുക്ക് സി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 3ഉം 5ഉം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു 1 കൂടെ മതി. അപ്പോൾ നമ്മൾ എന്തെടുക്കാം? ബി എന്ന് പറയുന്നത് എടുക്കാം. കാരണം ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയേ, ഇവിടെ ബി സി ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെടുക്കാം. അല്ലെങ്കിൽ എ സി ഡി എന്ന് എടുത്താലും കുഴപ്പമില്ല. എന്താ, ഇവിടെ 1ഉം 5ഉം ഉണ്ട്, 2 3 5 ഇവിടെ ഉണ്ട്, 4 5 6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി സി ഡി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ബിയും സിയും ഡിയും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യായിരുന്നു? എയും സിയും ഡിയും ചൂസ് ചെയ്താലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാത്തിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ടോട്ടലി സാമ്പിൾ സ്പേസ് കിട്ടണം. ബി യൂണിയൻ സി യൂണിയൻ ഡി ചെയ്തേ. ബി എന്ന് പറയുമ്പോൾ സെറ്റ് 1 2, അപ്പോൾ 1ഉം 2ഉം ഇവിടെ എഴുതി. പിന്നെ സി എടുക്കുമ്പോൾ 2 3 5, 2 ഓൾറെഡി എഴുതി, ഇല്ലാത്തത് എഴുതാം. 3ഉം എഴുതാം, 5ഉം എഴുതാം. ഡിയിൽ എടുക്കുമ്പോൾ എന്ത് വരും? 4 5 6. കണ്ടോ, ടോട്ടൽ സാമ്പിൾ സ്പേസ് കിട്ടി. നമുക്ക് എന്ത് പറയാം? ഇത് എക്സോസ്റ്റീവ് ഇവന്റുകളാണ്. ഇനി തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നത് എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിലോ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 5 ആയിരിക്കണം. ഇതാണ് നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റുകൾ. കോമൺ എലിമെന്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. റെഡി? ഇനി അടുത്തത്, ദ പ്രോബബിലിറ്റി ഓഫ് സംതിങ് സർട്ടൻ ടു ഒക്കറസ്. അതായത് നടക്കുന്ന കാര്യം, ഉറപ്പുള്ള ഒരു കാര്യം. ഓക്കെ, നടക്കുന്ന ഉറപ്പുള്ള ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റി എന്താ? ഷുവർ ഇവന്റ് പ്രോബബിലിറ്റി 1 ആണ് അല്ലേ. പിന്നെ സ്റ്റേറ്റ് ദ അഡിഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ മക്കളെ. നോക്കിയേ, അഡിഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഫോർമുല പഠിച്ചു വെക്കാൻ നമുക്ക് നമ്മുടെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ്. ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം. നമ്മുടെ മെയിൻ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. തലതിരിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. ഈ 3 വാല്യൂ തന്നിട്ട് ഇന്റർസെക്ഷൻ ചോദിക്കാം, ഇന്റർസെക്ഷൻ തന്നിട്ട് പി ഓഫ് ബി കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഈ ഫോർമുല എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കിയേ, അത് വെച്ച് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എയും ബിയും ആർ ഇവൻസ് വിത്ത് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.35, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.57 ആൻഡ് പി ഓഫ് എ ഓർ ബി. മക്കളെ, എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമുക്ക് 0.89 ഉണ്ട്. പി ഓഫ് എ നമുക്ക് 0.35 0.85 ഉണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ ആൻഡ് ബി കണ്ടുപിടിക്കണം. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മുടെ ഫോർമുല പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കണ്ടോ, ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? യൂണിയൻ ഉണ്ട്, പി ഓഫ് എ ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്, ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് ഇതിനൊന്ന് തിരിച്ച്, അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, ഈ യൂണിയനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. പ്രോബബിലിറ്റി ഓഫ് എ 0.35, പി ഓഫ് ബി 0.57, യൂണിയൻ ബി 0.89. ഇത് സം എടുത്തു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കിട്ടും. നമുക്ക് കിട്ടുന്ന ഉത്തരം 0.03 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, ഇത് പ്രോബബിലിറ്റി ഓഫ് എ ബാർ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അതായത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ 0.35 ആണെന്നുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 മൈനസ് 0.35 വരും. സോ ആൻസർ എത്ര വരിക? 0.65 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. കണ്ടോ, അപ്പം ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇല്ലടാ, ഇതിപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചും തരാം കേട്ടോ. അതായത് ഇന്റർസെക്ഷൻ തന്നിട്ട് യൂണിയൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. പി ഓഫ് എ തരും, പി ഓഫ് ബി തരും, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തരും, യൂണിയൻ ബി കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ചിലപ്പോൾ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും തരുന്നത്, ഡെസിമൽ ആയിട്ട് വേണമെങ്കിലും തരാം. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യം, എ സിംഗിൾ കാർഡ് ഇസ് ഡ്രോൺ ഫ്രം റാൻഡംലി
drawn randomly from a well shuffled pack of 52 cards. നമ്മുടെ കാർഡ്സ് 52 കാർഡ്സ്, അതിൽ നിന്ന് നമുക്കൊരു കിങ് ഓർ എ ക്വീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്വീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ കെ എന്നുള്ളത് കിങ് എന്ന് പറയുന്ന ഇവന്റിനെയും ക്യൂ എന്നുള്ളത് ക്വീൻ കിട്ടാനുള്ള ഇവന്റുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് കിങ് ഓർ ക്വീൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് കെ യൂണിയൻ ക്യൂ. സോ പി ഓഫ് കെ പ്ലസ് പി ഓഫ് ക്യൂ മൈനസ് പി ഓഫ് കെ ഇന്റർസെക്ഷൻ ക്യൂ. ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം 52 കാർഡിൽ നിന്ന് ഒരു കിങ്ങിന് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം, ക്വീനിന് കിട്ടാനുള്ള പ്രോബബിലിറ്റി അറിയാം. ഇന്റർസെക്ഷനിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. എന്തൊക്കെ വാല്യൂസ് വരിക? ഒരു 52 കാർഡിൽ നിന്ന് ഒരു കിങ്ങിന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമുക്ക് എത്ര കിങ് ഉണ്ട്? ടോട്ടലി 4 കിങ് ഉണ്ട് അല്ലേ? സോ ഒരു കാർഡ് നമ്മൾ വലിക്കുമ്പോൾ അത് കിങ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 4 ഔട്ട് ഓഫ് 52. കാരണം എന്താ? നമുക്ക് 52 കാർഡിൽ 4 കിങ് ആണുള്ളത്. പ്ലസ് ക്വീൻ്റെ എണ്ണവും 4 തന്നെയാണ് അല്ലേ? സോ 4/52 തന്നെയാണ് പി ഓഫ് ക്യൂവും വരിക. ഇനി നോക്കിക്കുക മക്കളെ, പ്രോബബിലിറ്റി ഓഫ് കെ ഇന്റർസെക്ഷൻ ക്യൂ. അതായത് നമ്മൾ എടുക്കുന്ന ഒരു കാർഡ് ഒരേ സമയം കിങ്ങും ആവണം ക്യൂനും ആവണം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഫേസ് കാർഡ്സ് ആണ് കിങ്ങും ക്വീനും ഒക്കെ മാറി മാറി വരുന്നത് അല്ലേ? നമ്മുടെ 52 എണ്ണത്തിൽ 13 സെറ്റിൽ ഫേസ് കാർഡ്സ് ആണ് കിങ്, ക്വീന്, ജാക്ക് എന്ന് പറയുന്നത്. അതിൽ കിങ്ങും ക്വീനും ഒന്നിച്ച് വരുന്ന ഒരു കാർഡ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഇത് എന്ത് ഇവന്റ് ആണ്? ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ് ആണ്. ഇന്റർസെക്ഷൻ എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെ ഒരു സാധനം നടക്കില്ല. സോ ഇത് -0 ആണ്. ഓക്കെ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഡിസ്ജോയിന്റ് ഇവന്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ദിസ് ഇസ് 8/52. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 4/26 അല്ലെങ്കിൽ 2/13 എന്ന് ആൻസർ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് സ്പേഡ് ഓർ എ കിങ്. ഓക്കെ, സെയിം ഫോർമുലയാണ്. നോക്കി, ഫോർ പ്രോബബിലിറ്റി ഓഫ് സ്പേഡ് ഓർ കിങ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് എസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് കെ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എസ് ഇന്റർസെക്ഷൻ കെ. നമുക്ക് 52 കാർഡിൽ നിന്നൊരു സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? സ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റാണ് സ്പേഡ് അല്ലെ? 13 കാർഡ് ഉണ്ട് അതിനകത്ത്. ആ തന്നിരിക്കുന്ന സ്പേഡിൽ ഏതെടുത്താലും നമ്മുടെ ഇവന്റ് സാറ്റിസ്ഫൈ ചെയ്തു. സോ നമുക്ക് ഇവിടെ വരുന്ന പ്രോബബിലിറ്റി 13/52 പ്ലസ് നമുക്ക് എത്ര കിങ് ഉണ്ട്? തൊട്ടൊന്ന് പറഞ്ഞോളൂ, 4 കിങ് ഉണ്ട്. സോ 4/52 മൈനസ് ഇവിടെയും ഇന്റർസെക്ഷൻ 5 ആയിരിക്കുമോ? സ്പേഡ് ഇന്റർസെക്ഷൻ കിങ്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു കാർഡ് സ്പേഡും ആയിരിക്കണം കിങ്ങും ആയിരിക്കണം. സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെറ്റിനെയാണ് നമ്മൾ സ്പേഡ് എന്ന് പറയുന്നത്. കിങ് എന്ന് പറഞ്ഞാൽ അതിലുള്ള കാർഡിന്റെ പേരാണ് അല്ലേ? അപ്പൊ സ്പേഡിൽ എന്തായാലും ഒരു കിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? പോസിബിൾ ആണ്. ഈ സ്ഥലത്ത് ഡിസ്ജോയിന്റ് അല്ല. ക്ലിയർ ആയോ? വ്യത്യാസം മനസ്സിലായോ? ഇവിടെ കിങ്, ക്വീൻ എന്ന് പറയുന്നത് ഓരോ കാർഡിന്റെ പേരാണ്. ഇവിടെ സ്പേഡ് എന്ന് പറയുന്നത് ഒരു സെറ്റിന്റെ മൊത്തത്തെ നമ്മൾ സ്പേഡ് എന്നാണ് പറയുന്നത്, ഒരു ബ്ലാക്ക് സെറ്റ്. ഓക്കെ, അപ്പൊ സ്പേഡിൽ എന്തായാലും ഒരു കിങ് ഉണ്ട്. അപ്പൊ ഒരു ഇന്റർസെക്ഷൻ ഉണ്ട്. ഒരൊറ്റ കിങ്ങേ ഉണ്ടാവുള്ളൂ സ്പേഡിൽ. സോ എത്ര കാർഡ് ഉണ്ട്? 1 കാർഡ്, പ്രോബബിലിറ്റി 1/52. ക്ലിയർ ആയോ മക്കളെ? സോ ഇവിടുന്ന് 17 - 1 16/52 അല്ലെങ്കിൽ 8/26 അല്ലെങ്കിൽ 4/13 ആയിരിക്കും പ്രോബബിലിറ്റി. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായി. ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടത്. ഈ രണ്ട് കേസിലും ഇവിടെ ഇന്റർസെക്ഷൻ വരുമ്പോൾ 5 ആണ്, ഇവിടെ നമുക്കൊരു വാല്യൂ വരുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ അടുത്ത ചോദ്യം. 1 card is drawn at random from a pack of 52 cards. Find the probability that the drawn card is a king. നമ്മൾ എടുക്കുന്ന 52 കാർഡിൽ നിന്ന് ഒരാൾ കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ തൊട്ട് മുന്നേ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? നമ്മൾ ചെയ്തതാണ്, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഡ്രോൺ കാർഡ്, നമ്മൾ എടുത്ത കാർഡ് കിങ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമുക്ക് 4 കിങ്സ് ആണുള്ളത് ഔട്ട് ഓഫ് 52 കിങ്സ്. സോ 4/52 ആയിരിക്കും. ഇനി റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? നമുക്ക് ടോട്ടലി എത്ര റെഡ് കാർഡ് ഉണ്ട്? നമുക്ക് 26 റെഡ് കാർഡ് ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ 13 13 13 ഈ 4 സെറ്റിൽ പകുതി ബ്ലാക്കും പകുതി റെഡും ആണ്. സോ 13 + 13 26 റെഡ് കാർഡ് ഉണ്ട്. സോ 26/52 ആയിരിക്കും ഒരു റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ 1/2. ഇനി ഒരു ബ്ലാക്ക് എയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി. എടാ മക്കളെ, എയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 1 2 3 4 5 6 7 8 അങ്ങനെ 10 നമ്പറുള്ള കാർഡുകളുണ്ട്. അതിൽ ഒന്നിന് പകരമുള്ള കാർഡാണ് എയ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരു ബ്ലാക്ക് എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഇവിടെ ഒരു എയ്സ് ഉണ്ടാവും, ഇവിടെ ഒരു എയ്സ് ഉണ്ടാവും ബ്ലാക്കിൽ. സോ 2 ബ്ലാക്ക് എയ്സ് ആണുള്ളത്. സോ 2/52 അല്ലെങ്കിൽ 1/26 ആയിരിക്കും പ്രോബബിലിറ്റി. ഇനി ക്ലബ് ആൻഡ് ക്വീൻ. ക്ലബും ആയിരിക്കണം ക്വീനും ആയിരിക്കണം. ക്ലബും ആയിരിക്കണം ക്വീനും ആയിരിക്കണം. ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താ? അതും ഈ പറഞ്ഞ പോലെ ബ്ലാക്കിൽ സ്പേഡിന്റെ കൂടെയുള്ള സെറ്റാണ്. ബ്ലാക്കിൽ സ്പേഡും ക്ലബും വരുന്നത് അല്ലേ? ആ ക്ലബിൽ ഒരു ക്വീൻ ആയിരിക്കണം. എത്ര ക്വീൻ ഉണ്ടാവും ക്ലബിൽ? ഒറ്റ ക്വീനേ ഉണ്ടാവുള്ളൂ. സോ 1/52 ഇതായിരിക്കും പ്രോബബിലിറ്റി വരുന്നത്. ക്ലിയർ?